इवेंट क्या है? अभी तक जो हमने देखा वो शिफ्ट है। इवेंट क्या है? इवेंट इन द सेंस एक पूरा ड्रामा है। ऐसा कह सकते हैं कि सृष्टि का रंगमंच है जिसमें हम फिजिकली देखेंगे कि कौन किस तरफ भाग रहा है। तो पहला है पावर सैटेलाइट ग्लोबल कम्युनिकेशन सिस्टम कंप्लीटली खत्म होगा। അപ്പൊ ഇത്രയും നേരം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഷിഫ്റ്റിനെ പറ്റിയിട്ടാണ്. ഇനി നമ്മൾ സംസാരിക്കാൻ പോണത് ഇവന്റിനെ പറ്റിയിട്ട്. ഇവന്റ് ഒരു വലിയൊരു ഡ്രാമ പോലെയാണ്. കുറെ ചേഞ്ചസ് ഉണ്ടാവും അതിൽ. ഫസ്റ്റ് ഇഫക്റ്റ് നമ്മൾ കാണാൻ പോണത് പവർ സാറ്റലൈറ്റ്സും ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് മാറും. नेक्स्ट है जो खाने की व्यवस्था है, सप्लाई चेन है, ग्लोबल फूड सप्लाई चेन वो वबल हो जाएगा। वबल मतलब अस्त व्यस्त हो जाएगा। അടുത്ത് നമ്മുടെ ഗ്ലോബൽ ഫുഡ് ചെയിൻ അത് ഇങ്ങനെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാണ്ടായി പോകും. नेक्स्ट है कि आपने देखा होगा कि नासा है, फिर यूएन गवर्नमेंट है, यूएनएचआरसी है, ऐसे जो जितने सारे बड़े-बड़े वैश्विक स्तर पर जितने ऑर्गेनाइजेशन हैं, वो सब पिछले 15 साल से कह रहे हैं कि क्लाइमेट चेंज हो रहा है। ये क्लाइमेट चेंज नहीं है, ये फाइनल एनवायरनमेंट का ही चेंज है, जिसके तहत ये पुनर्व्यवस्थीकरण होगा इस एंटायर गैलेक्सी में। ഇപ്പൊ നമ്മള് യുണൈറ്റഡ് നേഷൻസിന്റെ വലിയ വലിയ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പൊ അവര് ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി കുറെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് ക്ലൈമറ്റ് ചേഞ്ച് അല്ല, ഇത് ഫൈനൽ ഒരു ചേഞ്ച് ആണ്. കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പോവാണ്. ആ ചേഞ്ച് നടന്നു കഴിഞ്ഞാൽ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ആവും. नेक्स्ट पॉइंट आती है कि जितने सारे जैविक व्यवस्थाएं हैं, बायोलॉजिकल सिस्टम्स, साइकोलॉजिकल सिस्टम्स, ये सब में चेंजेस होगा, जिस वजह से हम अपना एक उत्क्रांति देखेंगे। द शिफ्ट इन कॉन्शियसनेस विल बी सीन। ഇപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ ബോഡിയിലും മൈൻഡിലും ഒക്കെ ചേഞ്ചസ് വരും. ആ ചേഞ്ചസ് വരുമ്പോൾ ഒരു ഹ്യൂമൻ എവല്യൂഷൻ നടക്കും, ഹ്യൂമൻ ട്രാൻസ്ഫോർമേഷൻ. അതായത് നമ്മുടെ കോൺഷ്യസ്നെസ് ലെവൽ ഓഫ് തിങ്കിങ് എല്ലാം ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും, ഒരു പോസിറ്റീവായിട്ട്, तो പോസിറ്റീവ് क्या होगा ലെവലിലേക്ക്. कि हमारी चेतना में बढ़त होगी, हमारा रूप, काय, कड़ ये सब बदलेंगे और हमारे अंदर ये एक डिवाइन बदलाव होना शुरुआत हो जाएगा। അപ്പൊ നമ്മുടെ ബോഡിയിലും ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. നമ്മൾ ചിന്തിക്കുന്ന രീതി, സംസാരിക്കുന്ന രീതി, നമ്മുടെ എൻറ്റയർ ബോഡിയിലത്തെ ഒരു സ്ട്രക്ചറിൽ തന്നെ ഒരു സെൽസിൽ എല്ലാത്തിലും ഒരു ഷിഫ്റ്റ് വരും. അപ്പൊ അത് പോസിറ്റീവ് ആയിരിക്കും. और इवेंट का एक बहुत बड़ा इम्पोर्टेंट पार्ट है कि जो डार्क के जितने भी पपेट्स हैं, डार्क एंटिटीज हैं, डार्क फोर्सेस के जो लोग हैं, वो एक्सपोज होंगे और लाइट फोर्सेस के द्वारा पकड़े जाएंगे और उनको फाइनली गैलेक्टिक सेंट्रल सन ले जाकर उनकी इवोल्यूशन को हमेशा हमेशा के लिए बंद करवाया जाए। അപ്പൊ ഈ ഇങ്ങനൊരു ഇവന്റ് നടക്കുമ്പോ ഈ ഡാർക്ക് ഫോഴ്സസ് ആയിട്ടുള്ള നെഗറ്റീവ് തിങ്കിങ് ഉള്ള, നെഗറ്റീവ് എനർജീസ് ഉള്ള രൂപത്തിലുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടാവും. അപ്പൊ അവരെയൊക്കെ എക്സ്പോസ് ചെയ്യും. അവര് കുറെ ക്രൈം ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പൊ അവരെല്ലാവരും എക്സ്പോസ് ചെയ്യും. ആൻഡ് ഈ ലൈറ്റ് ഫോഴ്സസ്, അതായത് ഡിവൈൻ ആയിട്ടുള്ള ലൈറ്റ് വർക്കേഴ്സ് ഉണ്ട്, അവരെല്ലാവരും ഇവരെ എക്സ്പോസ് ചെയ്യും. ഇവര് ചെയ്യുന്ന എല്ലാ തെറ്റുകള് പബ്ലിക്കിന് അറിയാൻ പറ്റും. ആൻഡ് അവരെ അങ്ങോട്ട് റിമൂവ് ചെയ്ത് കളയും. अब नेक्स्ट है कि जितने सारे हायरार्की बेस्ड हैं, मतलब ऊंच नीच, गुरु शिष्य, बड़ा छोटा, ऐसे जो हायरार्की वाले जितने भी सिस्टम हैं, ऑर्डर हैं, नियम है, लॉ एंड ऑर्डर है, वो हमेशा हमेशा के लिए खत्म हो जाएगा। അതുപോലെ തന്നെ ഈ ഹെറാർക്കി സിസ്റ്റംസ്, ലോ ആൻഡ് ഓർഡർ ഉണ്ട്, ആഹ് എല്ലാം ലെവലത്തെ കുറെ ഹെറാർക്കി, അതെല്ലാം പോവും.
नेक्स्ट है, जितने सारे पुराने सोसाइटी हैं, पुराने भाव विचार सिस्टम है, यानी कि बिलीफ सिस्टम है, वो भी हमेशा हमेशा के लिए खत्म हो जाएगा। പിന്നെ നമ്മുടെ ഓൾഡ് സൊസൈറ്റി, അതായത് നമ്മുടെ നമ്മള് നമുക്ക് എല്ലാവർക്കും കുറെ, എല്ലാവരും ഒരു തോട്ട് വേൾഡിലാണ്, അവർക്ക് തോട്ട് ബിലീഫ് സിസ്റ്റംസ് ഉണ്ട്. അത് ഇങ്ങനെ കുറെ കൊല്ലങ്ങളായിട്ട് നമ്മുടെ പാസ്റ്റ് ജനറേഷൻസും നമ്മുടെ ഉള്ളിലേക്കും വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു തോട്ട് സിസ്റ്റം, തോട്ട് ബിലീഫ് സിസ്റ്റം ഒക്കെ മാറിപ്പോകും. तब क्या होगा कि ये जो सारे चीजें होंगी, जो तैयार हैं, वो इस डिवाइन ट्रांसफॉर्मेशन को अनुभव कर सकते हैं, और जो तैयार नहीं है, वो क्या हो जाएंगे, पागल जैसा अफरा-तफरी में भागेंगे इधर-उधर। അപ്പൊ ഈ നമ്മളിപ്പോ ഇതിന് ഇങ്ങനത്തെ ഇവന്റ് വരുമ്പോ, ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോ, അല്ലെ നമ്മൾ പ്രിപ്പയർഡ് ആണെങ്കിൽ നമുക്കത് പോസിറ്റീവ്ലി എടുക്കാൻ പറ്റും. നേരെ മറിച്ച് നമുക്ക് നമ്മുടെ ഈ പഴയ ബിലീഫ് സിസ്റ്റംസിലും ഡ്യുവാലിറ്റിയും നെഗറ്റിവിറ്റിയും ഒക്കെ നിറച്ചിരിക്കുകയാണെങ്കിൽ നമ്മള് മാഡ്നെസ്സിലേക്കാ പോവാം, കൺഫ്യൂഷനിലേക്കാവും. എവിടെ എന്താണ് ശരി, എന്താ തെറ്റ്, കംപ്ലീറ്റ് കൺഫ്യൂഷനിലായിരിക്കും, മനസ്സമാധാനം ഉണ്ടാവില്ല. और ये जब ट्रिगर होगा, फाइनली हमारा धरती फिजिकल मैट्रिक्स सिस्टम से हमेशा हमेशा के लिए मुक्त हो जाएगा। ആ ഒരു ഇവന്റ് ഫൈനലി വന്നു കഴിഞ്ഞാല് ഈ സ്കേലാർ സിസ്റ്റം, ഈ നെറ്റ്വർക്കിങ്ങും കമ്മ്യൂണിക്കേഷന്റെ അതിൽ നിന്നൊക്കെ എല്ലാ നെഗറ്റിവിറ്റീസിന് കംപ്ലീറ്റ്ലി ഫിസിക്കൽ ആയിട്ടുള്ള എല്ലാം നിന്നും ഫ്രീ ആവും. तब क्या है, इस सबके अंदर प्रश्न उठेगा कि ये क्या कोई अलग-अलग फेज में है? जी हाँ, अलग-अलग फेज में है, और सबको सुनकर आश्चर्य होगी कि हम पहला 2 स्टेज ऑलरेडी कवर कर चुके हैं। അപ്പൊ ഇത് ഓരോ और ഫേസ്, ഓരോരോ ഫേസിലായിട്ടാണ് നടക്കുന്നത്. ആൻഡ് അതിലിപ്പോ എല്ലാവർക്കും അതിശയം ഉണ്ടാവും, ലൈക്ക് ഓൾറെഡി നമ്മൾ 2 ഫേസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, now ഇപ്പൊ തേർഡ് ഫേസിലാണ്. अब हम थर्ड फेज में हैं, जो कि बहुत ही पावरफुल फेज है, बहुत ही क्रूशियल है। हमारा विचार, हमारी इच्छाएँ, हमारी डिसिशंस, हमारा भाग्य, हमारा फ्यूचर बनाएगा। അപ്പൊ ഈ തേർഡ് ഫേസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫേസ് ആണ്. ഈ ഫേസിലാണ് നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ ചിന്തിക്കുന്ന രീതി, നമ്മുടെ കോൺഷ്യസ്നെസ് എല്ലാം ഡിസൈഡ് ചെയ്യാൻ പോണത്. और इस फेज में क्या है कि आपने देखा कि ग्लोबली बहुत सारे ऐसे कंट्रीज हैं जिसके अंदर इलेक्ट्रिसिटी, कम्युनिकेशन, ये सब के अंदर ग्लिच आना शुरुआत हो। फॉर एग्जांपल, ऑस्ट्रेलिया में एडिलेड है, कानबेरा है, जो वेस्टर्न ऑस्ट्रेलिया है, उसमें पावर आउटेज हो गई। और अभी कुछ महीने पहले, महीने तो नहीं, 10-20 दिन पहले, पूरे के पूरे सेंट्रल अफ्रीका एंड कोस्टल अफ्रीका इंटरनेट खत्म हो गया 3 दिन के लिए। तो पता चला क्या कि इंटरनेट के जो सारे अंडरग्राउंड केबल हैं, जो ओशन के सरफेस में है, महासागर के सतह पर है, वो सब एक बिना कोई कारण के वो सब टूट गए थे। അപ്പൊ ഇതിന്റെ ലൈക്ക് ഇലക്ട്രിസിറ്റി ഒക്കെ എഫക്റ്റ് ആയി പോകും. അപ്പൊ ഇപ്പൊ ഓസ്ട്രേലിയയില് 2-3 സ്ഥലങ്ങളില് അവിടെയൊക്കെ പവർ ഔട്ട്റേജ് വന്നിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ് ആയിട്ട് പവർ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ സൗത്ത് ആഫ്രിക്കയിലും ഇന്റർനെറ്റ്, അണ്ടർഗ്രൗണ്ട് ഇന്റർനെറ്റ് കണക്ഷൻസ്, അതായത് വെള്ളത്തിലുള്ളതൊക്കെ, അതും ഒരു കാരണം ഇല്ലാണ്ട് തന്നെ അതൊക്കെ പൊട്ടിപ്പോയി. अब इसको कहते हैं ब्लैकआउट। और ഇതിനെ ये जो ബ്ലാക്ക് ഔട്ട് എന്ന് ब्लैकआउट, പറയും. जी, ये जो ब्लैकआउट है, ये अब से और बढ़ेगा। ഇത് ഈ ഈ ഇങ്ങനത്തെ സിറ്റുവേഷൻസിനെ ബ്ലാക്ക് ഔട്ട് എന്നാ പറയുന്നത്. അപ്പൊ ഈ സിറ്റുവേഷൻസ്, അതായത് ഇനിയും കൂടുതൽ കൂടുതൽ ബ്ലാക്ക് ഔട്ട്സ് വരാൻ തുടങ്ങും. और अगले साल, नेक्स्ट ईयर, ऐसा भी हो सकता है, देयर विल बी ए मास ब्लैकआउट, അടുത്ത കൊല്ലം പ്രഡിക്ഷൻ ഉണ്ട്, ലൈക്ക് മാസ് ബ്ലാക്ക് ഔട്ട് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. जिसमें अनेकों अनेकों
महादेश का भी, जैसे जिसको हम कॉन्टिनेंटल कहते हैं, जैसे कि एशिया है, अफ्रीका है, ऑस्ट्रेलिया है, यूएस है, ऐसे सारे एक साथ, वो क्या है, ये सारे कनेक्शन से खत्म हो सकते हैं। ചിലപ്പോ ഈവൻ വലിയ വലിയ കോണ്ടിനെന്റ്സ് ആയിട്ട് വലിയ ഏരിയ ആയിട്ട് തന്നെ കംപ്ലീറ്റ് ഈ കണക്ഷൻസ് പോകും. और ये क्या करेगा, हमको ट्रिगर करेगा फोर्थ फेज में जाने के लिए। അങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മളെ ട്രിഗർ ചെയ്യും അടുത്ത ഫേസ്, അതായത് ഫോർത്ത് ഫേസിൽ. ഇപ്പൊ നമ്മൾ തേർഡ് ഫേസിലാണ്, നമ്മൾ ഫോർത്ത് ഫേസിലേക്ക് പോകാനുള്ള പ്രിപ്പറേഷനിലായിരിക്കും. जब हम देखते हैं कि थर्ड फेज में ये सब ब्लैकआउट्स होंगे, तब क्या होगा कि फोर्थ फेज क्या है, एक केओटिक होगा, अफरा तफरी होगा। അപ്പൊ ഈ തേർഡ് ഫേസിൽ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഫോർത്ത് ഫേസിൽ കംപ്ലീറ്റ് കൺഫ്യൂഷനും മാഡ്നെസ് പോലെ ഒരു സ്റ്റേജ് ആയിരിക്കും. उसमें क्या है कि सब लोग पागल बन के घूम रहे होंगे। जो आज के टाइम में स्टेटस हुआ करता था, उस समय क्या है, एक डब्बा जैसा हो जाएगा। चाहे कंप्यूटर, फोन, टेक्नोलॉजी, घर, बिलीफ सिस्टम, जो भी चीजें हैं, वो सब के सब वेस्टेज हो जाएगा। അപ്പൊ ആ സമയത്ത് ഈ ഫോർത്ത് ഫേസിൽ ഈ കൺഫ്യൂഷനും മാഡ്നെസ് ഉള്ള സമയത്ത് നമ്മുടെ ഉപയോഗിക്കുന്ന ഈ കമ്പ്യൂട്ടറും ഫിനാൻസും വീടും എല്ലാം ഒരു വേസ്റ്റ് ആയി പോകും, അതിന് ഉപയോഗം ഇല്ലാണ്ടായി. तब इंसान को पता चलेगा कि अब समय आ गया है एक इंटेंस प्यूरिफिकेशन का, मतलब एक बहुमुखी तेज तर्रार क्लीनिंग प्रोसेस शुरू हो गया है। അപ്പൊ ആൾക്കാർക്ക് മനസ്സിലാവും നമുക്ക് ഇനി ഒരു പോസിറ്റീവ് സൈഡിലേക്ക് ആലോചിക്കാൻ തുടങ്ങണം, ഒരു ക്ലെൻസിങ് ആവശ്യമുണ്ട്, കംപ്ലീറ്റ് ഒരു ചേഞ്ച്, പോസിറ്റീവ് ചേഞ്ചിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനുണ്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവാൻ തുടങ്ങും. तब लाइट फोर्सेस बताते हैं कि आज इस घड़ी में ये बात अगर आप सुन पा रहे हैं, तो आप सच में इतने पावरफुल हैं कि आपका एक महान योगदान उस फेज में है। ഇപ്പൊ ഗൗർഹരിജി പറയണത്, ഈ സമയത്ത് നമ്മൾ ഈ ടോക്കിനെ പറ്റിയിട്ട്, സംസാരത്തിനെ പറ്റിയിട്ട്, ഈ ഇൻഫർമേഷൻ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ഫ്യൂച്ചറിൽ ഒരു വലിയൊരു നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവാൻ പോവാണ് അടുത്ത ലെവലില്. क्योंकि ये वो लोग होंगे जो स्थिर रहकर, शांत रहकर, अपनी चेतना के साथ साथ धरती के लिए काम करेंगे, जो पागलपन की स्थिति से मनुष्य को फिफ्थ फेज में ले जाएंगे, जो है रियल एसेंशन प्रोसेस। അപ്പൊ ഈ ഷിഫ്റ്റ്, ഈ ഇവന്റ് നടക്കുമ്പോ ഈ ലൈറ്റ് ഫോഴ്സസിന്റെ ആൾക്കാര്, അതായത് ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാര്, അവര് ശാന്തായിട്ട് ഇരിക്കും, ശാന്താവും, അവർക്ക് ടെൻഷൻ ഒന്നും ഉണ്ടാവില്ല. അവര് ജസ്റ്റ് ഒബ്സർവ് ചെയ്യും. ആൻഡ് അവര് ഈ വലിയ ചേഞ്ച് വരുമ്പോ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യും ആ ഷിഫ്റ്റിലേക്ക്, ആ അടുത്ത പോസിറ്റീവ് ആയിട്ടുള്ള എവല്യൂഷൻ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിൽ ഹെൽപ്പ് ചെയ്യും. तो आप सभी के प्रति कृतज्ञता है कि आप एक पुल बनने जा रहे हैं, ये फाइनल एसेंशन प्रोसेस का, जो धरती का होने वाला है, फ्रॉम थर्ड डायमेंशन के चेतना से एक हायर डायमेंशन चेतना में जाने के लिए। और ये वो समय होगा जिस समय धरती का पोल शिफ्ट होगा। അപ്പൊ ഈ ഒരു പ്രോസസ്സിനെയാണ് എസെൻഷ്യൻ എന്ന് പറയുന്നത്, ആ ചേഞ്ചിലേക്ക്, ഫിഫ്ത്ത് ഫേസിലേക്ക് പോണത്. അപ്പൊ നമ്മളെല്ലാവരും ഒരു ബ്രിഡ്ജ് പോലെയാണ്, ആ അടുത്ത ലെവലിലേക്ക് എല്ലാവരും ഹെൽപ്പ് ചെയ്യും അങ്ങോട്ടേക്ക് പോകാനായിട്ട്. ആ ഒരു സമയത്ത് ആ ഷിഫ്റ്റ് നടക്കുമ്പോഴാണ് ശരിക്കുള്ള പോളാർ ഷിഫ്റ്റ് നടക്കുക. तो इसके बाद क्या है, जब एसेंशन प्रोसेस खत्म हो जाएगा, तब भी कुछ स्टेप बाकी है। दैट इज द फाइनल स्टेज ऑफ इनकमिंग गैलेक्टिक सुपरवेव, जिस समय
गैलेक्टिक सेंट्रल सन से जो बात कही जा रही थी कि एक पर्ज ऑफ एनर्जी, एक मासिव एनर्जी, ऊर्जा गैलेक्टिक सेंट्रल सन से इस सौरमंडल के प्रति पड़ेगा और इस सौरमंडल में डिवाइन मस्कुलिन और डिवाइन फेमिनिन का बैलेंस होगा एंड द रियल कुंडलिनी एक्टिवेट स्टार्ट्स. അപ്പൊ ഈ ഫിഫ്ത് ഫേസ് കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തെങ്കിലും ഷിഫ്റ്റ് ഉണ്ടോ? ഉണ്ടെന്ന് പറയണേ. അപ്പൊ അതായത് ആറാമത്തെ ഫേസ്. അപ്പൊ അത് കുറച്ചും കൂടെ ഹാർമോണിയസ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് ആയിരിക്കും. ആൻഡ് അതിലാണ് ആൾക്കാരുടെ കുണ്ടലിനി ശരിക്കായിട്ട് ആക്ടിവേറ്റ് ആവാൻ പോണേ. കാരണം ആ സമയത്ത് സെൻട്രൽ സണ്ണ് ഈ ഗാലക്സീസിലേക്കൊക്കെ ലൈറ്റ് വരും. ഗാലക്ടിക് സൂപ്പർ വേവ് വരുന്ന സമയമാണ്. അത് ഒരു പീസ്ഫുൾ ആയിട്ടാണ് നടക്കാൻ പോണേ. അപ്പോഴാണ് ഈ ഡിവൈൻ പോസിറ്റീവ് ആൻഡ് आई मीन मेल एंड फीमेल एनर्जीज बैलेंस आवा बोले. तो ये जो फेज है, ये फोर्थ फेज में जो मैडनेस जो चल रही थी उससे काफी आनंद भरा, और ऐसा कह सकते हैं कि दिस इज द फाइनल लिबरेशन ऑफ द प्लैनेट, जिस चीज के लिए हम सभी इस धरती पृष्ठ पर जन्म होकर आए हैं. അപ്പൊ ഈ ഫിഫ്ത് ഫേസ് കഴിഞ്ഞിട്ട് സിക്സ്ത് ഫേസ് വരുമ്പോഴുള്ള ചേഞ്ച് വരുന്നത് അത് വളരെ ഹാർമോണിയസ് ആയിരിക്കും, പീസ്ഫുൾ ആയിരിക്കും. അപ്പോഴാണ് കംപ്ലീറ്റ് അസെൻഷൻ, ആ കംപ്ലീറ്റ് ചേഞ്ച് വരാൻ പോകുന്നത്. तो इवेंट जो है वो हम सभी के प्रति देख रहा है कि जैसे जैसे चेतना में हम और तेजी से आगे बढ़ें, धरती की चेतना में मददगार हो, तब उतना जल्दी इवेंट होगा. ഇവന്റ് എപ്പോഴാ നടക്കുക? ഇവന്റ് നടക്കണമെങ്കിൽ അത് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ എല്ലാവരുടെയും മൈൻഡിന്റെ കോൺഷ്യസ്നെസ് ലെവൽ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു യൂണിറ്റിയിൽ വരാൻ തുടങ്ങുമ്പോഴാണ് ഇവന്റ് നടക്കുക. तब क्या है कि 5 चीजें मनुष्य को डिवाइन की तरफ से एज ए गिफ्ट मिलेगा. वो क्या है कि हमारा चेतना सामूहिक चेतना से हमेशा हमेशा के लिए जुड़ जाएगा. सेकंड है, हम सभी के अंदर उच्च स्तरीय चेतना होगा जो एसेंडेड मास्टर्स के अंदर हुआ करती है. उस स्तर के चेतना हम सभी के अंदर होगा. थर्ड है, हम सभी नेक्स्ट लेवल ऑफ बायोलॉजिकल इवोल्यूशन को देखने जा रहे हैं. यानी कि हम जिस कायाकल्प में अभी इस फिजिकल रूप में है, इससे भी एडवांस्ड कायाकल्प में हम उत्क्रांति में ऊपर उठेंगे. चौथा है कि बहुआयामी ताकतें, जिसको हम इंटरगैलेक्टिक टेक्नोलॉजीज कहते हैं, वो सभी मानवता को मिलेगा, जो डार्क फोर्सेस ही अभी के समय में यूज करते हैं, वो सभी हमको मिलने वाले हैं. पांचवा है, हम अपने गैलेक्टिक परिवार, गैलेक्टिक भाई बहन, गैलेक्टिक समाज से हमेशा के लिए मिलने जा रहे. അപ്പൊ ഇവന്റില് 5 മെയിൻ പോയിന്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോണത്. ഫസ്റ്റ് ഒരു എല്ലാവരുടെ കോൺഷ്യസ്നെസ് ഒന്നാവാൻ തുടങ്ങും. ലൈക്ക് ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിലേക്ക് വരും, യൂണിറ്റി ഉണ്ടാവും. പിന്നെ ഹയർ ലെവൽസ് ഓഫ് കോൺഷ്യസ്നെസ് എല്ലാവർക്കും ഉണ്ടാവാൻ പോണത്. പിന്നെ നമ്മുടെ ബോഡിയിൽ തന്നെ വളരെയധികം വ്യത്യാസം ഉണ്ടാവും. ഇപ്പോഴത്തെ കാണുന്ന ബോഡി ആയിരിക്കില്ല, കുറച്ചും കൂടെ ബെറ്റർ ഇവോൾവ് ബോഡി ആയിരിക്കും നമ്മുടെ. പിന്നെ പല ഗാലക്സീസിൽ ടെക്നോളജീസ് അവൈലബിൾ ആണ്. അത് ഇപ്പോ ഡാർക്ക് ഫോഴ്സസ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഫ്യൂച്ചർ ഈ ഇവന്റ് നടക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ടെക്നോളജി അവൈലബിൾ ആയിരിക്കും. പിന്നെ ലാസ്റ്റില് പല ഗാലക്സീസിൽ നമുക്ക് ബ്രദർ സിസ്റ്റേഴ്സ് ഉണ്ട്. എല്ലാവരും വളരെ നമ്മളോട് സ്നേഹത്തോടായിരിക്കും. അപ്പൊ അവരോട് നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും, അവരെ കാണാൻ പറ്റും. तो जो एसेंशन प्रोसेस है, जो 3 डायमेंशनल रियलिटी में हम कहते हैं कि हम वर्सटाइल वर्क करते हैं, एक साथ 4-5 काम करते हैं, ये भागदौड़ वाली जीवन हटकर हमारे अंदर एक हायर रियलिटी क्रिएट करने का ताकत
हम सभी के अंदर जागृत होगा। ഇപ്പൊ ഒരു 3D റിയാലിറ്റിയിലാണ് കുറെ പല വർക്ക് ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൺഫ്യൂഷൻ ഉണ്ട്, ടെൻഷൻ ഉണ്ട്. ബട്ട് അടുത്ത ലെവലിലേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ ആ, കുറച്ചും കൂടെ ഹയർ കോൺഷ്യസ്നെസ് ലെവലും ബെറ്റർ ആയിരിക്കും ലൈഫ്. तो उसी को ही कहा जाता है कि शिफ्ट इन पर्सपेक्टिव makes the particles in your universe dense to a new possibilities। यानी कि जब आपका देखने का, समझने का नजरिया बदलता है, आपका लोकल यूनिवर्स में, मतलब आपके पूरे समाज में आप एक ऊर्जा का तरंग छोड़ते हैं कि आपका वास्तविकता उस हिसाब से बदले। तो अगर अकेले इस राह पर हैं, तो डरने का या कंफ्यूज होने का नहीं, आपका रिस्पॉन्सिबिलिटी इतना महान है कि आप अकेले उस पूरे यूनिवर्स को बदलने आए। ഇപ്പൊ ഈ ഷിഫ്റ്റ് നടക്കുമ്പോൾ ആക്ച്വലി നമ്മളുടെ തിങ്കിങ്, നമ്മുടെ ഇന്ററാക്ഷൻ ആൾക്കാരോടുള്ളത്, നമ്മൾ ആ പെർസ്പെക്റ്റീവ് ചേഞ്ച് ആക്കി കഴിഞ്ഞാൽ നമുക്കത് പോസിറ്റീവായിട്ട് പലതും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് പുറത്തുനിന്ന് നമുക്ക് നെഗറ്റിവിറ്റി പുറത്ത് കാണുകയാണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാണെന്ന് തോന്നേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഒറ്റയ്ക്ക് തന്നെ നമ്മുടെ തോട്ട്സ് ചേഞ്ച് ആക്കി കഴിഞ്ഞാൽ, പോസിറ്റീവായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വൈബ്രേഷൻസ്, പോസിറ്റീവ് വൈബ്രേഷൻസ് റിലീസ് ആവും. അതുകൊണ്ട് ബാക്കിയുള്ളവർക്കും ഒരു നല്ല നമ്മുടെ എക്സ്പീരിയൻസ് തന്നെ വ്യത്യാസപ്പെടും. നമ്മുടെ പോസിറ്റീവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. तब बात होती है कि हमारे अंदर क्या ऐसे खासियत या तो दैविक गुण है जिसको हम ध्यान करके प्राप्त कर सकते हैं या तो जगा सकते हैं। जी हाँ, ध्यान के द्वारा हम अपने अंदर का डीएनए को रिपेयर भी कर सकते हैं, एक्टिवेट भी कर सकते हैं, और साथों साथ हमारे अंदर जो दैविक कैपेबिलिटी है, उसी डीएनए एक्टिवेशन के थ्रू उन सभी को जागृत भी कर सकते हैं। അപ്പൊ നമ്മുടെ ഉള്ളില് ഡിവൈൻ ക്വാളിറ്റീസ് ഉണ്ട്. അപ്പൊ ഈ തത്വങ്ങൾ എങ്ങനെയാ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുക? അപ്പൊ അത് ചെയ്യാനുള്ള മെഡിറ്റേഷനും പല സൊല്യൂഷൻസ് പറയുന്നുണ്ട്. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ ഡി എൻ എയിലും കുറെ വ്യത്യാസങ്ങൾ വരും. तो हमारे ब्रेन में न्यूरॉन्स होते हैं, और हमारे हर एक कोशिकाओं में डीएनए है। तो आपको जानकर हैरानी होगी, जैसे-जैसे हमारा एज बढ़ता है, ये सारे न्यूरॉन्स मरते हैं, डीएनए भी खत्म होता है, लेकिन इनके अंदर रीजेनरेशन कैपेसिटी, यानी कि पुनर्जागृत करने का कैपेसिटी नहीं। ये एक बार मर जाए तो दोबारा कभी जागृत नहीं होता। इसीलिए आपने देखा होगा कि इंसान एक बार बूढ़ा होते वो मर जाता है, लेकिन रिवर्स नहीं कर पाता कि वो वापस से यंग दिखे। ഇപ്പൊ നമ്മുടെ ഏജ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ന്യൂറോൺസും ഡെഡ് ആവും, അതുപോലെ ഡി.എൻ.എയും. അപ്പൊ അതുകൊണ്ട് ആൾക്കാര് ഇങ്ങനെ വയസ്സായിക്കൊണ്ടിരിക്കുക ചെയ്യുക. നമുക്ക് തിരിച്ച് യങ് ആവാൻ पറ്റാറില്ല. तब बात आती है कि अगर हम ध्यान करते हैं, तो हमारे अंदर कौन-कौन से गुण जो हैं सबसे तेजी से बढ़ता है। पहला है एंटी कैंसर, दूसरा है एंटी एजिंग, यानी कि वयस का जो बढ़ता है, एज जो बढ़ता है, उसको वो फ्रीज करता है और वो कम भी करता है। तीसरा, नो साइकेट्रिक डिसऑर्डर, यानी कि मानसिक स्तर का कोई भी बीमारी आपको नहीं होता। चौथा, नो इनफर्टिलिटी, यानी कि जो हम वंश विस्तार करने के लिए हमारे अंदर जो गुण है, वो हमेशा हमारे अंदर जागृत अवस्था में रहता है।
ഇപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ അങ്ങനത്തെ പ്രാക്ടീസസ് തുടങ്ങിയാല് അതിന്റെ ഗുണങ്ങൾ എന്താ വെച്ചാല് നമ്മുടെ ഉള്ളില് ക്യാൻസറിനെ ക്യാൻസറിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള സെൽസ് ഉണ്ടാവും. അതുപോലെ ഏജിങ് കുറയാൻ തുടങ്ങും, നമ്മൾ കുറച്ചും കൂടെ യങ്ങർ ആവാൻ തുടങ്ങും. പിന്നെ മെന്റൽ പ്രോബ്ലംസ്, സൈക്കാട്രിക് ഡിസോർഡേഴ്സ് അത് ഉണ്ടാവില്ല. അതുപോലെ ഇൻഫെർട്ടിലിറ്റിയും അതും ഉണ്ടാവില്ല. എല്ലാവരും ഹെൽത്തി ആവും. अब नेक्स्ट बात आती है कि हमारे अंदर क्या वो गुण है, क्या वो जैविक रसायन है जो मस्तिष्क में बनता है हमारे ध्यान करने की वजह से, और वो जैव रसायन जो है, जो बायोकेमिकल है, वो हमको समाधि तक ले जाता है। उसका नाम है NN-DMT, 5-MeO-DMT। ഇപ്പൊ നമ്മള് ധ്യാനം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ കുറെ കെമിക്കൽസ് റിലീസ് ആവും. ഈ കെമിക്കൽസിന്റെ പവർ എത്ര ഉണ്ട്, നമുക്ക് ഒരു ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സമാധിന്റെ ഒരു സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റും ഈ കെമിക്കൽസ്. അതിന് രണ്ടുപേരുടെ പേരാണ് NN-DMT ആൻഡ് 5-MeO-DMT. तो ये बनता कैसा है? पहले जब हम ध्यान करते हैं, आपने देखा होगा कि श्वास पे नजर है, श्वास से जब नजर है तो धीरे धीरे हमारे थॉट से ध्यान हटता है। अब हम फोकस्ड हो रहे हैं, धीरे धीरे और केंद्रित होते हैं, तो हम हृदय के सेंटर पे पहुंचते हैं। हृदय के सेंटर में पहुंचते पहुंचते फील होता है कि मेरा तो श्वास ही बंद हो गया। तो जब वो श्वास जब बंद हो रहा है, तो क्या और भी प्रोसेसेस चल रहे हैं? जी हाँ, हमारे ब्रेन के अंदर बहुत सारे ऐसे पावरफुल न्यूरोट्रांसमीटर्स हैं जो उस समय जागृत होते हैं और तैयार होते हैं। और वो 7 न्यूरोट्रांसमीटर जब इकट्ठा हो जाते हैं, तब ये NN-5-DMT बनाते हैं, जो हमको इस दुनिया से उठाकर एक और पारलौकिक दुनिया में ले जाते हैं। അപ്പൊ ഈ ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മൾ ശ്വാസത്തിൽ ശ്രദ്ധിക്കാൻ പറയും. അപ്പൊ നമ്മൾ ശ്വാസത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ മെല്ലെ മെല്ലെ തോട്ട്സ് നമ്മൾ കട്ട് ഓഫ് ആവും. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ധ്യാനം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഹാർട്ടിലേക്ക് നമ്മുടെ മനസ്സെത്തും. ആ ഹാർട്ടിലെത്തുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ ശ്വാസം എടുക്കണില്ല എന്ന്. ശ്വാസം എടുക്കണില്ല എന്ന് തോന്നുമ്പോഴാണ് ആക്ച്വലി ബ്രെയിനിൽ കുറെ കെമിക്കൽസ് റിലീസ് ആവുന്നത്, ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ. അപ്പൊ ഈ കെമിക്കൽസ് റിലീസ് ആവുമ്പോൾ കുറെ അതിന് ഭയങ്കര പവർഫുൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്, ഐ മീൻ അത് റിലീസ് ആവുന്നത് കെമിക്കൽസ്. അപ്പൊ അത് എല്ലാം ഭയങ്കര പവർഫുൾ ആണ്. അത് എല്ലാം കൂടെ ജോയിൻ ചെയ്യുമ്പോഴാണ് NN-DMT എന്ന് പറഞ്ഞിട്ടുള്ള കെമിക്കൽ ഉണ്ടാവുന്നത്. ആൻഡ് അതാണ് നമ്മളെ വേറെ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിലേക്ക് കൊണ്ടുപോകുന്നത്. अब हम सबको जानकर हैरानी होगी कि ये जब जागृत होते हैं न्यूरोट्रांसमीटर, हमारे अंदर अगर ऑटो इम्यून डिजीजेस हैं, या तो ऑटो इम्यून डिजीज करने वाले अगर कोशिकाएं हैं, उसको तुरंत वो खत्म कर देता है। ഒരു നല്ല പോയിന്റ് എന്ന് പറഞ്ഞാല് ഈ ധ്യാനം ചെയ്യുമ്പോൾ ഈ കെമിക്കൽസ് റിലീസ് ആവുമ്പോൾ കുറെ ആൾക്കാർക്ക് ഓട്ടോമ്യൂൺ ഡിസീസ് ഉണ്ടാവും. ആ ഓട്ടോമ്യൂൺ ഡിസീസിനെ ഉണ്ടാക്കുന്ന സെൽസും അല്ലെങ്കിൽ ആ കണ്ടീഷൻ തന്നെ കംപ്ലീറ്റ്ലി നിർത്തും ഈ ധ്യാനം ചെയ്യുമ്പോൾ ഈ കെമിക്കൽസ് അങ്ങനെ ഹെൽപ്പ് ചെയ്യും. नेक्स्ट बात निकल कर आती है, जब आप प्रैक्टिस सतत चालू रखते हैं, अभ्यास चल रहा है ध्यान का, तब क्या है, हम सबको जानकर खुशी होनी चाहिए कि जो न्यूरॉन्स एक बार मर जाने पे वो दोबारा जन्म नहीं हो पा रहे थे, वो दोबारा जन्म लेते हैं। പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ആദ്യം ഈ സ്ലൈഡ് തുടങ്ങിയപ്പോ പറഞ്ഞിരുന്നു നമ്മൾ ഏജ് ചെയ്യുമ്പോൾ നമ്മുടെ ന്യൂറോൺസ് ഡെഡ് ആവും എന്ന് പറഞ്ഞു, DNA ഡാമേജ് ആവും എന്ന് പറഞ്ഞു. അപ്പോ പക്ഷെ നമ്മൾ ധ്യാനം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ ബ്രെയിനിന്റെ ഏജിങ് നിൽക്കും, ഈ ന്യൂറോൺസ് രണ്ടാമത് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. तब आप देखेंगे कि धीरे-धीरे आपका एज जो है वो पीछे होगा। അപ്പൊ നമ്മുടെ ഏജും അതുപോലെ നമ്മൾ കുറച്ചും കൂടെ യങ്ങർ ആവാൻ തുടങ്ങും, അതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട്. और आपका चेतना जो है, जिस स्तर से आपने शुरुआत किया था, उससे ऊंचा 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 ग्रो कर रहा है।
പിന്നെ വേറൊരു പോസിറ്റീവ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ധ്യാനം ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈം ധ്യാനത്തിൽ കയറിയ ഒരു സമയം ഉണ്ടാവും. അപ്പൊ ഇത് ഡെയിലി ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ഈ പോസിറ്റീവ് ഇഫക്ട്സിന്റെ കൂടെ അടുത്ത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോണ ഹയർ ലെവൽസ് ഓഫ് കോൺഷ്യസ്നെസ് ആണ്. तो ये न्यूरोट्रांसमीटर को जगाएं कैसे? जब भी हम ऐसा ध्यान करें जो ऑथेंटिक है, जो हमको हमारे थॉट को कट करने में या तो दूर रखने में मदद करे, ऐसा ध्यान अगर हम कर पा रहे हैं, तो हम सभी के प्रति ये एक बहुत बड़ा ऐसा कह सकते हैं कि बेनिफिट है कि हमारे अंदर ये सातों के सातों न्यूरोट्रांसमीटर जागृत हो रहे हैं। ഇപ്പൊ ധ്യാനം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ പഴയ ഈ 7 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അതിന് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അതെല്ലാം റിലീസ് ആയിക്കൊണ്ടിരിക്കും ആൻഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. तो ऐसे सातों के सातों न्यूरोट्रांसमीटर के सातों अलग-अलग उसके हेल्प भी हैं, लेकिन हमारा कोर फोकस क्या है? जब ये सातों न्यूरोट्रांसमीटर एक समय में, एक धारा में, एक मात्रा में जब हमारे ध्यान की प्रक्रिया से जागृत होता है, तब क्या होता है कि हमारे अंदर जो चुंबकीय तत्व है, चुंबकीय तत्व कहाँ से आ गए? हमारे ब्लड में हेमोग्लोबिन है। हेमो मतलब आयरन का पार्टिकल, कण। ब्रेन में ये बताई गई कि मैग्नेटाइट्स है, यानी कि चुंबकीय कण है। वो सारे चुंबकीय कण जो है, वो धरती के चुंबकीय कण के साथ ट्यून अप हो जाते हैं। यानी कि जैसे-जैसे ये न्यूरोट्रांसमीटर को हम जागृत करेंगे, जैसे-जैसे ध्यान में हम डीप जाएँगे, तब क्या होता है कि हमारा चुंबकीय तत्व धरती के चुंबकीय तत्व के साथ संतुलन बनाता है। അപ്പൊ ഈ 7 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ആയിക്കൊണ്ടിരിക്കുന്ന സമയം, അതായത് നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ ഇത് റിലീസ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. നമ്മുടെ ബോഡിയിൽ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ഉണ്ട്. അതായത് ഒന്ന് ബ്ലഡിലുണ്ട് അയൺ, പിന്നെ ബ്രെയിനിലും ഉണ്ട് മാഗ്നറ്റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് രണ്ടും എർത്തിന്റെയും കുറച്ച് മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ അലൈൻ ആവും. നമ്മുടെ ബോഡിയിലത്തെ മാഗ്നറ്റിക് പാർട്ടിക്കിൾസും എർത്തിന്റെ ഇതിലേക്കും രണ്ടും കൂടെ അലൈൻ ആവും ഈ ഇത് ധ്യാനം ചെയ്യുമ്പോൾ. अब जो 2 स्लाइड पहले हमने देखा कि 4th फेज में एंड टाइम मैडनेस जो है एकदम उच्च स्तर में चल रहा होगा। उस समय शांत रहने वाले व्यक्ति वही होंगे जो ध्यान में बहुत गहरी तरीके से जाते हैं और अपने अंदर उस जैव रसायन को, न्यूरोट्रांसमीटर को वो जगाते हैं और समाधि को प्राप्त करते हैं। वही इस समय में एंड टाइम मैडनेस से मुक्त रहेंगे। അപ്പൊ ലാസ്റ്റ് സ്ലൈഡിൽ നമ്മൾ 4th ഫേസിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കൺഫ്യൂഷന്റെ സമയത്ത് മാഡ്നെസ് പോലെ ഒരു സമയമാണ്. അപ്പൊ ആ സമയത്ത് ധ്യാനം ചെയ്യുന്നവർക്ക് മാത്രമാണ് അതിലൊരു പീസ്ഫുൾ സ്റ്റേറ്റ് ഉണ്ടാവുള്ളൂ. കാരണം അവരുടെ ഈ ധ്യാനത്തിന്റെ ശക്തി കാരണം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ആവും. അവരുടെ ബോഡി അലൈൻഡ് ആണ് എർത്തിന്റെ കൂടെ, മാഗ്നറ്റിക് ഫീൽഡ്. അവർക്ക് സമാധിന്റെ സ്റ്റേറ്റിൽ ഇരിക്കാൻ പറ്റും. പീസ്ഫുൾ ആയിട്ട് അവർക്ക് ആ പീരിയഡ് ട്രാൻസിഷൻ ചെയ്യാൻ പറ്റും. तो आज हमको ये तो जानने को मिला कि कैसे अपने अंदर डिवाइन तत्व को जगाकर हम आने वाले समय में डिवाइन रिस्पॉन्सिबिलिटी को कैसे निभा सकते हैं, एक दूसरे को मदद कर सकते हैं, ताकि ज़्यादा से ज़्यादा लोगों को हम एसेंशन की राह पर ला सकें। അപ്പൊ നമുക്ക് ഈ ഇന്നത്തെ ഈ ടോക്കിൽ മനസ്സിലായത് ഈ
ഫ്യൂച്ചറിൽ ഈ 5th ഫേസിലേക്ക് നമ്മൾ ഈ 4th ഫേസ് കഴിഞ്ഞിട്ടാണ് 5th ഫേസിലേക്ക് പോവുക. അതായത് ഈ 4th ഫേസിൽ കുറെ കൺഫ്യൂഷൻ ഉള്ള സമയത്ത് ധ്യാനം ചെയ്തിട്ട് മാത്രമേ നമുക്ക് പീസ്ഫുൾ ആയിട്ടിരുന്ന് ഈ 5th ഫേസിലേക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മുടെ ഡിവൈൻ റെസ്പോൺസിബിലിറ്റി നമുക്ക് ഏറ്റെടുത്ത് റെസ്പോൺസിബിലിറ്റി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. तो कुछ ऐसे प्रैक्टिसेस हैं जिनको हम करना ही चाहिए। कुछ ध्यान के प्रैक्टिसेस हैं, कुछ रेगुलर प्रैक्टिसेस। क्या है वो? 11 है। पहला है कि डेवलप इनर गाइडेंस एंड कनेक्ट विथ हायर सेल्फ। अपने आंतरिक मार्गदर्शक से साथ आपको जुड़ना होगा और आप अपने मूल स्वरूप के साथ कनेक्ट होना होगा। उसके लिए 2 मेडिटेशन है। पहला क्या है? सोल इन्वोकेशन, उसका लिंक दिया हुआ है। सोल स्टार मेडिटेशन, ये दोनों डेली करने हैं। तो ये सारे लिंक जो है मैं मालिनी जी को सेंड कर दूंगा ताकि वो आप आपके ग्रुप में शेयर कर सकते हैं। नेक्स्ट है बैलेंस बिटवीन डिवाइन फेमिनिन एंड डिवाइन मस्कुलिन एनर्जी। ये करना बहुत जरूरी है। ये भी क्या, सिर्फ सिंपल मेडिटेशन है 7 मिनट का। उसका नाम है गॉडेस वर्टेक्स मेडिटेशन। उसका भी लिंक दिया हुआ है, उसको भी आपको डेली करना है। तीसरा है कम आउट ऑफ फियर एंड सर्वाइवल इंस्टिक्ट, यानी कि भय और बचाव वाले मनोभाव से बाहर आइए। उसके लिए भी एक मेडिटेशन है, सिर्फ 15 मिनट का है। उसका नाम है प्रोटेक्शन प्रोटोकॉल मेडिटेशन। इसको भी आपको डेली करना है, वो भी मैं शेयर कर दूंगा। चौथा है 6 आर्ट वर्च्यू का प्रैक्टिसेस। ये भी रिकॉर्डेड फ्री ऑफ कॉस्ट चैनल पर अवेलेबल है। ये 6 के 6 हार्ट वर्च्यू को हफ्ते में एक बार एटलीस्ट आप करें। तो उससे क्या होगा कि आप अपने हृदय के केंद्र में जुड़ते हैं। तब क्या है कि आपके अंदर इनर गाइडेंस फ्लो होना और इजी हो जाता है। पांचवा है हार्ट को रीसेट करें। ये भी एक छोटा सा प्रैक्टिस है, मेडिटेशन नहीं है, गाइडेड मेडिटेशन की तरह है, लेकिन सिर्फ 2 मिनट का है। ये आप सुनकर एक बार समझ ले, फिर आप डेली कर सकते हैं, वीकली कर सकते हैं, अगर आप चाहे तो मंथ में एक बार भी कर सकते हैं। 2 मिनट का है। 6th स्टेप है लोअरिंग द ब्रेन फ्रीक्वेंसीज। उसके लिए क्या है कि 432 हर्ट्ज का जो म्यूजिक है उसको आप सुना कीजिए। ऐसे नहीं कि यूट्यूब में कोई भी म्यूजिक आ गया, 432 लिखा है, उसको सुन लिया। नहीं, हमारे ग्रुप में कुछ सर्टिफाइड 432 हर्ट्ज के म्यूजिक शेयर किया हुआ है। आप चाहे तो ग्रुप में सर्च बटन को यूज करके आप म्यूजिक सेक्शन में जाएं। म्यूजिक सेक्शन में 432 हर्ट्ज के सारे म्यूजिक प्राप्त कर सकते हैं। उससे क्या होगा कि आपका माइंड शांत रहेगा, क्रिएटिव रहेगा और आप जल्दी से जल्दी डीप ध्यान में जा सकते हैं। 7th है ग्राउंडिंग। खुली मिट्टी पे, पार्क पे ऐसे चले, वॉक करें। उससे क्या होगा कि आपके अंदर जो आयोन्स है, फ्री रेडिकल है, नेगेटिव एनर्जी है, वो धरती के साथ बैलेंस हो। उससे आप फोकस्ड रहें। 8वां क्या है? यूज स्मार्ट गैजेट्स ऑप्टिमली। जितने सारे स्मार्ट गैजेट, स्मार्टफोन, स्मार्ट कंप्यूटर, स्मार्ट टीवी, स्मार्ट रेफ्रिजरेटर,
स्मार्ट वॉशिंग मशीन, जितने सारे प्री प्रोग्राम्ड एआई से चलने वाले मशीन हैं, उनको कम से कम यूज करें। ऐसा नहीं बंद कर देना, क्योंकि वो लाइफ का पार्ट है। कम से कम यूज करें एंड से नो टू 5G। 5G का रेडिएशन से बचें। 5G फोन में यूज ना करें। माइक्रोवेव अगर घर पे है उसको बंद करें। वाईफाई है तो वाईफाई को कम से कम यूज करें। ब्लूटूथ वाले गैजेट्स जो हैं, चाहे ब्लूटूथ ईयरफोन है, ब्लूटूथ हेडफोन है, ब्लूटूथ स्पीकर है, ऐसे ब्लूटूथ गैजेट को टोटली बंद करें। उससे क्या होगा कि आपके अंदर न्यूरोट्रांसमीटर्स बनने में और आप ध्यान की गहराई में जाने में इजी होगा। 10th स्टेप है, जितने सारे कैटेकलिज्म है, डर, भय, वॉर, प्रलय, भय का न्यूज, उन सबको अवॉइड करें। न्यूज चैनल, टीवी चैनल, उन सबको बंद करें। लास्ट स्टेप है अवॉइड टीवी, मीडिया, सोशल मीडिया एंड सोशल मीडिया इन्फ्लुएंसर आल्सो। कम से कम यूज करें, हो सके तो बहुत कम कर दें। उससे क्या होगा कि आप फोकस्ड रहेंगे। ये है 11 मेन स्टेप जो जरूरी है हमारे एसेंशन के लिए। നമ്മുടെ അസെൻഷന് വേണ്ടിയിട്ട് കുറച്ച് മെഡിറ്റേഷൻസും പറഞ്ഞിട്ടുണ്ട്, ചെറിയ പ്രാക്ടീസസും പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഇപ്പൊ 11 ഉണ്ട്, അല്ല ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ, നമ്മുടെ ഇന്നർ ഗൈഡൻസ് ഡെവലപ്പ് ആക്കണം, നമ്മുടെ ഹയർ സെൽഫിനോട് കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഹയർ സെൽഫിനോട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റ്യൂഷൻ ഉണ്ടാവും, ക്ലാരിറ്റി ഉണ്ടാവും പല കാര്യങ്ങളിൽ. അപ്പൊ അതിന് രണ്ട് മെഡിറ്റേഷൻ, ചെറിയ മെഡിറ്റേഷൻസ് പറഞ്ഞിട്ടുണ്ട്. സോൾ ഇൻവൊക്കേഷൻ, അതുപോലെ സോൾ സ്റ്റാർ, ഹയർ സെൽഫിനോട് കണക്ട് ചെയ്യാനുള്ള മെഡിറ്റേഷൻസ് അവര് ഷെയർ ചെയ്യും. അത് എല്ലാവരുടെയും ഗ്രൂപ്പിലേക്ക് ഇടാം. പിന്നെ രണ്ടാമത് ഗോഡസ് വോർട്ടെക്സ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു മെഡിറ്റേഷൻ ഉണ്ട്. അതും വളരെ ഈസി ആയിട്ട് ചെയ്യാനുള്ള ഒരു 7 മിനിറ്റ് മെഡിറ്റേഷൻ ഉള്ളൂ. അതിൽ നമ്മള് നമ്മുടെ ഉള്ളിലത്തെ ഡിവൈൻ ഫെമിനിനും ഡിവൈൻ മാസ്കുലിൻ എനർജി, അത് ഈ ഗോഡസ് വോർട്ടെക്സ് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ്ഡ് ആവും. അത് നമ്മൾ ഈ ഫസ്റ്റ്, അതായത് ഡെവലപ്പ് ഇന്നർ ഗൈഡൻസും ഈ സെക്കൻഡ് ആയിട്ടുള്ള ഡിവൈൻ ഫെമിനിൻ, ഡിവൈൻ മാസ്കുലിൻ എനർജി, ഗോഡസ് വോർട്ടെക്സ് മെഡിറ്റേഷൻ ഒക്കെ ഡെയിലി ചെയ്യണം. പിന്നെ അടുത്തത് പ്രൊട്ടക്ഷൻ പ്രോട്ടോകോൾ മെഡിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേടി, സർവൈവൽ മോഡ്, അതിൽ നിന്നൊക്കെ നമുക്ക് പുറത്തു വരാൻ പറ്റും, കൂടുതൽ ധ്യാനം ചെയ്യാൻ പറ്റും. പിന്നെ 6 ഹാർട്ട് വെർച്യൂസ് ഉണ്ട്. അത് അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും പ്രാക്ടീസ് ചെയ്യാനാ പറയണത്. നമ്മുടെ ഫോർഗിവ്നെസ്, കറേജ്, അണ്ടർസ്റ്റാൻഡിങ്, അതൊക്കെ ഡെവലപ്പ് ആവും. പിന്നെ വളരെയധികം ധ്യാനത്തിലേക്ക് ഈസി ആയിട്ട് കയറാൻ പറ്റും. പിന്നെ ഹാർട്ട് റീസെറ്റ് മെഡിറ്റേഷൻ ഉണ്ട്. ഹാർട്ട് റീസെറ്റ് മെഡിറ്റേഷനും വെറും 2 മിനിറ്റ് ഉള്ളൂ ഇതില്. അത് നമ്മുടെ ഉള്ളിലത്തെ എനർജി ആയിട്ട് കണക്ട് ആവാണ്, ഹാർട്ടിന്റെ എനർജി വെച്ചിട്ട്. അത് ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ലോവറിംഗ് ദ ബ്രെയിൻ ഫ്രീക്വൻസി. അതിന് 432 ഫ്രീക്വൻസി ഉള്ള മ്യൂസിക് കേൾക്കാനാ പറയണത്. അപ്പൊ അത് നമ്മൾ കൂടുതൽ നേരം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് റിലാക്സ്ഡ് ആവും, തോട്ട്സ് കുറയാൻ തുടങ്ങും, ആൻഡ് നമുക്ക് ഈസി ആയിട്ട് ഹയർ സ്റ്റേറ്റ്സ് ഓഫ് കോൺഷ്യസ്നെസ്സിലേക്ക് എത്താൻ പറ്റും. മെഡിറ്റേഷൻ ബെറ്റർ ആവും നമ്മുടെ. പിന്നെ എന്താ ഗ്രൗണ്ടിങ്. ഗ്രൗണ്ടിങ്ങില് നമ്മൾ ആക്ച്വലി ഭൂമിയില് ചെരുപ്പില്ലാണ്ട് നടക്കാനാ പറയണേ. ഇപ്പോ കാലുവേദന ഒക്കെ ഉണ്ടെങ്കിലൊക്കെ വളരെ ഈസി ആയിട്ട് അത് മാറിക്കിട്ടും. ബിക്കോസ് നമ്മുടെ ഫ്രീ റാഡിക്കൽസ് ഒക്കെ എർത്തിലേക്ക് പോവാണ്. അപ്പൊ ബെനിഫിഷ്യൽ ആണ്, വളരെ ബെനിഫിഷ്യൽ ആണ് എർത്തിനോട് കണക്ട് ചെയ്തിട്ട് നടക്കാനൊക്കെ തുടങ്ങിയാല്. അത് വളരെ ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഈ സ്മാർട്ട് ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുന്നത് വളരെയധികം കുറയ്ക്കണം നമ്മുടെ ലൈഫിൽ. അപ്പൊ സ്മാർട്ട് ഫോൺസ് ഉണ്ട്, സ്മാർട്ട് ടി വി ഉണ്ട്, അതുപോലെ വീട്ടിന്റെ എൻട്രൻസ് ഒക്കെ സ്മാർട്ട് എൻട്രൻസ് ഒക്കെ ആയിരിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ മിനിമൽ ആയിട്ട് ഉപയോഗിക്കുക, ആദ്യം ഉപയോഗിക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്തുകൊണ്ട് നടക്കണ്ട അത് വെച്ചിട്ട്. പിന്നെ
5G കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാന്ന് പറയണം. മൈക്രോവേവ്സ് ഉപയോഗിക്കരുത്. അതുപോലെ വൈഫൈ, ബ്ലൂടൂത്ത് അതിന് നമ്മൾ നോ പറയണം. അത് നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കുക, മാക്സിമം ഉപയോഗിക്കാണ്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഫിയർ ബേസ്ഡും സർവൈവൽ ന്യൂസ്, വാറിനെ പറ്റിയുള്ള ന്യൂസ്, നെഗറ്റീവ് ക്രൈം ന്യൂസ് അതൊക്കെ കേൾക്കാണ്ടിരിക്കുക. അത് ലാസ്റ്റില് പറയണത് ടെലിവിഷൻ മീഡിയ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അതൊക്കെ അവോയ്ഡ് ചെയ്യുക. ബിക്കോസ് അതിലൊക്കെ കാണിക്കുന്ന കുറെ നെഗറ്റീവ് ന്യൂസും കുറെ ഫേക്ക് ന്യൂസും ഉണ്ടാവും. പിന്നെ നമ്മുടെ മനസ്സിൽ ടെൻഷൻ ഉണ്ടാക്കും, ഫിയർ ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ കംപ്ലീറ്റ്ലി നമ്മൾ അവോയ്ഡ് ചെയ്യുക. അത്യാവശ്യം എന്തെങ്കിലും കുറച്ചൊക്കെ കാണാം, ബട്ട് നെഗറ്റീവ് ന്യൂസ്, നെഗറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ये जब हम सारे प्रैक्टिसेस करते हैं तो हमारे अंदर एक महान चीज है जो एक्टिवेट होती है, वो है हमारा फ्री विल। और वो फ्री विल ही हमें इस असेंशन में सटीक धारा में रहने के लिए मददगार हो सकता है। ना लाइट ना डार्क, इट इज यू, ओनली यू ऑन दिस असेंशन पाथ। मतलब केवल आप और सिर्फ आप अगर अपनी राह को बनाते हुए अगर एसेंशन पाथ में आगे बढ़ना है तो ये सारे प्रैक्टिसेस को करके आप अपनी फ्री विल को सशक्त करके इस धरती पर जो एक डिवाइन प्रोसेस हो रही है उसमें आप भाग ले सकते। ഇപ്പൊ നമ്മൾ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഡിഫറെന്റ് പ്രാക്ടീസസ് പറഞ്ഞത് അതും ഡെയിലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ഫ്രീ വിൽ ഡെവലപ്പ് ആവും. ഈ ഫ്രീ വിൽ നമ്മളെ ഒരു സ്ഥിരതയിൽ കൊണ്ടുപോകും. മൈൻഡൊക്കെ ബാലൻസ്ഡ് ആവും. ആൻഡ് അത് നമ്മുടെ ബാലൻസ്ഡ് ആയി കഴിഞ്ഞാൽ, ഫ്രീ വിൽ കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിവൈൻ പ്രോസസ്സിൽ, അതായത് ഈ എർത്തിന്റെ അസെൻഷനിലേക്ക് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും, ഹെൽപ്പ് ചെയ്യാൻ പറ്റും. तो वेलकम एवरीवन टू दिस पाथलेस पाथ ऑफ अवेकनिंग। जो रास्ता नहीं है वो रास्ता आपको खुद को बनानी पड़ेगी। जो जीवन काल में किसी भी व्यक्ति ने बनाए हुआ रास्ते को आपको फॉलो करके आपको मुक्ति प्राप्त नहीं हो सकती। ये रास्ता आपको ही बनाना होगा। आपका रास्ता आपके लिए ही है and it is your path of ascension. So we welcome everyone. ये हैं सारे रेफरेंसेस जिसको स्टडी करके ये सेशन बनाए गए। सो सभी को ग्रेटिट्यूड बीइंग प्रेजेंट इन दिस सेशन। Thank you so much, Gaurhari ji, for sharing so much of information. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ ഗൗർഹരിജിയോട് ചോദിക്കാം. Hello, shall I ask one question, sir? So after listening this class, it can be observed that present weather changes are due to this galactic changes or galactic super waves. Also, these changes will become more serious in future, particularly in the year 2025 onwards. From this year onwards. And also I observed today also that I observed one thing, that some changes were there in the behavior of Arabian Sea over the Kerala coast. Yes. High waves, spring and tides, and withdrawal of sea for about 50 meters. Even also, so in a short future, like mass destructions of mammoth, dinosaurs, etc., human beings are also vanished. Isn't it so, sir? So that means at the time of our concept of this pralaya, total humankinds will be vanished. And according to your class, I came to know that human beings which are non-meditative human beings will be vanished forever. And the meditative human beings, which are very small in number, will be remaining. And your suggestions, please, sir. Yeah, I will answer it more precisely and in a stepwise manner, so that this kind of confusion may not occur in future. The changes, whatever is happening, it is inevitable.
It will happen today, tomorrow, this year, next year. It is fixed. It is a fixed manner of stages of events. But while we are seeing the extinction event, I can revert back to that slide. See, do anyone find human is here? Human were there, but they were not extincted. सब जो डर फैलाते हैं, इनको दिखाकर डर फैलाते हैं. Whoever making the concept of pralaya by showing these kind of speechless animals, but it is very much peculiar to see human were there 30,000 years back, 15,000 years back, 18,000 years back, 12,000 years back. In every shift, in every galactic event happened on this planet Earth, human were there. And what we see ourselves as per Darwin's theory of evolution, Darwin says the evolution is only for who are ready to survive. It is completely wrong. It is very strange to see. I have an English session with another doctor. There we discussed how the human beings were there in past different shift. You might get surprised. All those human beings were quite developed than us in terms of physical height, in terms of brain capacity, in terms of consciousness, in terms of all the lifestyle qualities. So, what makes us behind to this point? For that, we need to understand the matrix. In matrix, there is a set of rules. We need to experience them. Once you complete the experience, you need to cut off from those set of rules. Otherwise, these are all cyclic events. It happens. Like today, you got angry. If you are conscious enough, then you can give command to universe that this angriness is done for me. And the next moment, I want to evolve. I want to see my consciousness evolution. Then you see a pattern of changes within that the coming angriness, the moment of angriness will drastically lesser and lesser and lesser. This is how we can cut off from matrix. And coming to these pralaya-like events, there also we were there. Now also we will be there. So no need to worry about pralaya concept. And one more thing, that displacement might happen from here to there to here, due to physical restructuring of the earth. But here one more question were there from you, that only meditators will survive and non-meditators will vanish. No. The real fact is, in world, in earth, there are
2/3 people are just computer programs. They are not real human beings. They are called NPC, non-playable character. They make us busy to understand the matrix is very real. The feeling while we felt like lockdown kind of events. You see, there is no one on the road. That is the real world without NPCs. Only 1/3 of the population of entire world is real human being. And what we all going to see, the destruction of the humanity, you will see the destruction of NPCs. And whoever will be stable in terms of their consciousness, like they know this is not real, what I see. This is just a computer program. They are just dying. You are stable, even if you are a non-meditator. Why we meditate? To help ourselves, to help others, to help Mother Earth. That's it. Okay, thank you. Thank you very much, sir. Thank you, Rama ji. नमस्ते गौरवी जी और सभी को, आप सभी को, सुप्रिया जी, एनपीएमसी मलयालम, संतोष जी आप दिख रहे हैं, और बाकी सभी को भी थैंक यू सो मच। बहुत अच्छा सेशन रहा आज का, बहुत ही ज्यादा अच्छा। मैं अपना एक एक्सपीरियंस शेयर करना चाहूंगी कि जो लास्ट सेशन हुआ था, निधि जी ने लिया था वो, एंड इतना पावरफुल सेशन था वो कि मैं कुछ शायद ब्लॉकेज थी, कुछ हीलिंग होने को बाकी रह गया था, एंड लिटरली मैं इतने सारे लोगों के सामने रोई, और जबकि मेरे मतलब कि पर्सनालिटी के बिल्कुल खिलाफ है। मैं कभी रोना नहीं चाहती, और मैं कभी पब्लिकली रोई भी नहीं। इनके मैं कभी फैमिली मेंबर्स के सामने भी रोना पसंद नहीं करती, मुझे अच्छा नहीं लगता। अगर मतलब मैंने अपने आप को ऐसे बनाया कि नो क्राइंग। तो वो जो जिस पर्पज से उस दिन मैंने बात की उनसे, वो कम्प्लीटली हील हो चुका है। हालांकि मैंने ये बात इनको, गौरवी और निधि जी को मैसेज में भी कही व्हाट्सएप पे, लेकिन सबके सामने बताना इसलिए जरूरी है कि कई बार लोग ज्वाइन करते हैं सेशन, अधूरा छोड़ के चले जाते हैं, पूरा सुनते भी नहीं है बहुत बारी, लेकिन हर एक लाइन, हर एक वर्ड इतना पावरफुल होता है, और वो हर किसी के लिए होता है। हम इतने सारे ट्रॉमास लेके आ रहे हैं, इस लाइफ का ट्रॉमास एंड पास्ट लाइफ ट्रॉमास। मैं हैरान थी जिस समय मैं बता रही थी कि ऐसा लगता है कि सब सेटल डाउन हो गया है, सिर्फ एक चीज है जो मुझे ऐसे हर वक्त जैसे मेरे हृदय को ना चुभती रहती है। जब ये हुआ सेशन, एंड नॉर्मली ऐसे ही निधि जी शेयर कर रही थी इंफॉर्मेशन, और मैंने जब बताया कि मेरे साथ ये हो रहा है, वो दिन एंड दैट टाइम वो एनर्जी रिलीज हो गई। उसके बाद से मैं खुद हैरान हूँ कि मैं कितना नॉर्मल हो गई हूँ। और ये ऐसा नहीं है कि इंसान अपने दिल को समझा लेता, नहीं, मैं एनर्जी को फील कर पाती हूँ हमेशा ही। मैंने अपने आप को नोटिस किया है, हील्ड, कंप्लीटली हील्ड। तो गौरवी जी का भी एंड निधि जी का भी बहुत बहुत शुक्रिया है। और जो आप सब लोग सुन रहे हैं, अगर तो कोई भी आप लोगों के साथ कुछ भी ऐसे भारीपन या कोई ट्रॉमा किसी भी किस्म का आपको लगता है कि हमें ना एक्सपेंशन में या हमारे स्पिरिचुअल ग्रोथ में
हमें ना भटक रही है कोई चीज, आप एक बार वो सेशन जरूर सुनना जो नीरी जी ने बताया था फीमेल एंड मेल एनर्जी को बैलेंस करने के लिए। बहुत ही पावरफुल है और मैं सभी से जो अभी सुन रहे हैं उनसे रिकमेंड करूंगी कि वो सुने। ये बात मैं ना भी बताती तो फर्क नहीं पड़ता, क्योंकि मेरी बात हो गई है। मैं दोबारा से रिपीट कर रही हूँ ये बात कि आप सबके लिए जो इस समय सुन रहे हैं 39 पीपल हैं, अगर कोई है कुछ अटक अभी भी, आप प्लीज वो सुनिए। आप मुझे सुनेंगे उसमें रोते हुए और मेरा जो वो खटक थी ना, क्या थी वो भी आप सुन पाएंगे। वो बहुत पावरफुल सेशन था, इतने प्यार से वो जब समझा रहे थे ना, तो बस मैंने अपनी बातें कही और मेरा रोना स्टार्ट। एंड नाउ आई एम कम्प्लीटली हील्ड एंड मैं तैयार हूँ, अपने लिए तैयार हूँ, धरती माता के लिए तैयार हूँ और मैं अपने सभी भाई बहनों के लिए तैयार। Thank you जी। थैंक यू രമ മാഡം പറയുന്നത് ലൈക്ക് ഈ സെഷനിലും വളരെ യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ അവരുടെ ഗൗർഹരിജിന്റെ വൈഫ് ഡോക്ടർ നിധി അവരും ഒരു സെഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഡിവൈൻ മെയിൽ ആൻഡ് ഫീമെയിൽ എനർജി ബാലൻസിന്റെ. അപ്പൊ അത് കേട്ടപ്പോ അവർ ഇമോഷണൽ ആയിട്ടുണ്ടായിരുന്നു. അവർക്ക് മനസ്സിൽ എന്ത് വിഷമമുള്ളതൊക്കെ അവര് ഒരു കരഞ്ഞപ്പോ തന്നെ അവരുടെ ആ വിഷമം മാറിക്കിട്ടി. അപ്പൊ എല്ലാവരോടും ആ ഒരു സെഷൻ കേൾക്കണം എന്ന് പറയായിരുന്നു. ആൻഡ് അത് വളരെ ഹെൽപ്ഫുൾ ആണ്. പിന്നെ അവരുടെ മനസ്സിൽ അത് അവര് ബാക്കിയുള്ളവരോടും റിക്വസ്റ്റ് ചെയ്യണം that എന്തെങ്കിലും അങ്ങനെ മനസ്സിൽ വിഷമങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് കേട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഹീലിംഗ് കിട്ടുന്നു. Namaskaram, sir. Thank you for that wonderful session. I usually follow your channel on YouTube, and I should say it's not regular, but I always, if I get a chance, I always listen to your YouTube sessions. I just wanted to ask you, being a Bharatiya, because you're so inclined and you're so much into the culture with a lot of belief in the higher self, will this help us through this transition? I just wanted to know that. Thank you so much, sir. See, being a Bharatiya in terms of connecting with our Mool Swarup, that is higher self, is much more needed. But in case of Bharatiya, there is a lot of garbage which we called belief system, like savior, religion, methods, gurus, perfect method, perfect guru, perfect path of ascension, perfect tool for meditation. This is just an illusion. There is nothing called perfect. There is nothing called higher. There is nothing called lower. What important is for which technique we say authentic. That technique we as individual should assimilate, feel that technique, not in terms of physical experiences. Like I am focusing here for 3 days and suddenly this started vibrating and I immediately go for another person, ask him, what is it? Then he says me, it's third eye. But strange to see, I will show you what is reality. You see the bigger black dot in the center of the brain, and below that, in an angle, there is a small black dot. That is third eye. If I get vibration here, may I claim that is third eye? So my point here is the technique, the knowledge which I can assimilate
and that assimilated energy, information, or the technique showing my path more clearly, that is perfect. And that itself is a perfect spiritual ascension. And without it, if I just get some physical experiences and foresaid thoughts, informations from people wearing orange clothes, white clothes, and we pamper them as guru, as angel, as some kind of higher masters. We need to understand, if they are higher, they should vanish from this matrix. I am sitting here, he is also sitting here. So we both are equal. That equality is very important to create the oneness. And that state of oneness, even if it's lower level consciousness, right? Everyone in the matrix, that oneness will uplift their consciousness to join with planetary consciousness. That is unity consciousness. Then whatever source is sending to Mother Earth, we all are getting, because we as a one already connected to the planet Mother Earth. That's it. Thank you so much, sir. Thank you. Thank you, Ji. Yes, sir. I would like to ask one question. I have some idea about it. Like it's about vaccines. Could you tell the people how harmful the vaccines are? And now children are made to have many vaccines. So could you give us some information about that? There was a session we did with Guinea Ji. In that, I researched in WHO website about 180 plus vaccines all over the world, and how meaningful they are, means how effective they are on human health. जब वो सेशन के दौरान मैंने रिसर्च किया, 180 से ज्यादा वैक्सीन्स थे जो पूरे दुनिया भर में WHO ने रेकमेंड किया और स्वीकृति दिया कि वो पर्टिकुलर कंट्री में वो लगा सकते हैं. देन आई थॉट, देन आई सी ए वेरी स्ट्रेंज हायरार्की, separation, again separation. What is that? The vaccine in Australia, it is not permittable in India, not in Singapore, but yes in Fiji, but no in Africa. मतलब जो वैक्सीन ऑस्ट्रेलिया में लगाई जा रही है वो इंडिया वाले नहीं लगा सकते, अफ्रीका वाले नहीं लगा सकते, वो फिजी वाले लगा सकते हैं, लेकिन सिंगापुर वाले भी नहीं लगा सकते. बाकी देशों का तो नाम ही नहीं है. तब मन में क्वेश्चन आया कि क्या वो ह्यूमन बीइंग नहीं है. फिर दूसरे वैक्सीन पे गया तो जो काफी फेमस है, बच्चों को लगाते हैं, BCG, उसका व्हाइट पेपर है. व्हाइट पेपर मतलब जब वैक्सीन को क्लिनिकल रिसर्च के माध्यम से पहले जानवर के ऊपर अप्लाई किया जाता है, फिर इंसानों के ऊपर अप्लाई किया जाता है, फिर फाइनली मार्केट में लाया जाता है. ये प्रोसेस को क्लिनिकल ट्रायल कहते हैं.
तब स्ट्रेंज देखा कि बीसीजी वैक्सीन का जो व्हाइट पेपर है, जिसमें उसकी सारे रिसर्च डेटा लिखी जाती है कि इस पे पॉजिटिव साइन है, मतलब काम कर रहा है, इसमें नहीं कर रहा है ऐसा। सो उसमें पिकुलियरली लिखा गया है कि बीसीजी वैक्सीन हैज नो हेल्थ इम्पैक्ट, नो हेल्थ बेनिफिट ऑन ह्यूमन स्पीसीज। कब का है? 1990 का है। आज कितना हो गया? 2024। 34 साल हो गए, 34 इयर्स हो गए, फिर भी बच्चे लगा रहे। उससे पहले तो मैं भी जन्म, मैंने भी लगाया। तो ये है उसका ट्रूथ। तो कोई साथी जैसे कि आज या कल ग्रुप में पूछ रहे थे कि हेपेटाइटिस का उन्होंने कंपलसरी कर दिया, उनका बेटा या बेटी जो है मेडिकल कॉलेज में पढ़ता है, उसके बिना नो एंट्री है, उसके लिए कौन आवाज उठाए? दे ऑल नीड टू। जो लगवाने जा रहा है वो खुद आवाज उठाना चाहिए, क्योंकि दैट इज द नेगेटिव स्टेप अगेंस्ट देयर फ्री विल। तो वो पेरेंट्स जो है वो मुझे मैसेज करके बोलते हैं, आप सिर्फ ना बोल कर कह दीजिए। सो इन लॉ एंड ऑर्डर आल्सो, इंडियन पिनल कोड, व्हाट इट सेज इन सुप्रीम कोर्ट, कि आप सोशल मीडिया में किसी भी डॉक्टर, लॉयर, पुलिस इंस्पेक्टर, उसका कहा हुआ बात को आप एज ए साक्षी या तो प्रूफ की तरह आप कोर्ट में पेश नहीं कर सकते। तो हमको कायदे से काम करना चाहिए, एज पर दी लॉ। उसमें कौन पहलाता है? पेरेंट्स। पेरेंट्स सब मिलकर उस यूनिवर्सिटी, उस मेडिकल कॉलेज में रिटन एप्लीकेशन देना चाहिए। जो पढ़ रहे हैं उनको आवाज उठानी चाहिए। देन ओनली दिस प्रॉब्लम विल गेट सॉल्व। अदरवाइज आप WHO के वेबसाइट में जाइए, पर्टिकुलर वैक्सीन का व्हाइट पेपर है, उसको डाउनलोड कीजिए। उसमें लिखा हुआ होगा कि ये ह्यूमन के ऊपर कितना इफेक्टिव है, उसको दिखाकर आप डायरेक्टली केस कर सकते So हैं। तब basically, आप most of the vaccines don't have any positive benefits on human beings. yes. It's destructive. And most of the vaccines doesn't have the white paper also. If we visit to African countries, if we visit to South American countries, there is a disease very famous, that is yellow fever. And any person going to that continent must have yellow fever vaccine. आप WHO के वेबसाइट में जाइए, येलो फीवर वैक्सीन के ऊपर कोई व्हाइट पेपर नहीं है। बट ट्रू टू द फैक्ट दैट वहां पे जो ट्राइबल्स रहते हैं उनके पास कुछ ऐसे ट्री मेडिसिन अवेलेबल हैं जिनको हम आयुर्वेद कहते हैं, जिसको यूज करके आप निर्वाणा स्टेट ऑफ कॉन्शियसनेस में भी पहुंच सकते हैं। The ones which you call psychedelics. साइकेडेलिक्स, ayahuasca है, मैजिक मशरूम्स है, those are. So is that a catch between these vaccine and go there? So ये चीज हमको ही खोजना चाहिए, प्रूफ निकालिए और सरकार के सामने आवाज उठाइए। ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു വാക്സിൻസിനെ പറ്റിയിട്ട്. അത് എടുക്കണോ വേണ്ടേ? ആൾക്കാർക്ക് കുറെ കൺഫ്യൂഷൻ ഉണ്ടാവും. കുറെ പേര് പറയും വാക്സിൻ എടുക്കണം, ചിലവർ പറയും നല്ലതല്ല. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ബേസിക്കലി വാക്സിൻസ് ഒക്കെ പുറത്തിറക്കണ മുമ്പ് കുറെ ക്ലിനിക്കൽ ട്രയൽസ് നടത്തും. ഫസ്റ്റ് ആനിമൽസിന്റെ മുകളിൽ,
പിന്നെ ഹ്യൂമൻസിന്റെ മുകളിൽ, പിന്നെയാണ് അത് പുറത്ത് കൊണ്ടുവരിക. അപ്പൊ അതിനെ വൈറ്റ് പേപ്പർ ആയിട്ടാണ് ഫൈനൽ ഇതായിട്ട് കൊണ്ടുവരിക, ഇൻഫർമേഷൻ പുറത്തു വരിക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ബട്ട് ഇപ്പൊ കുറെ കൺട്രീസിൽ, ഇപ്പൊ ആഫ്രിക്കയില് അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ ഉണ്ടാക്കുന്ന വാക്സിൻസ്, ഗോർഹരിജി വേറെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മനസ്സിലാക്കിയത് ഓസ്ട്രേലിയയിൽ ഉണ്ടാക്കുന്ന വാക്സിൻസ് അത് സൗത്ത് ആഫ്രിക്കയിലോ ഇന്ത്യയിലോ ആപ്ലിക്കബിൾ അല്ല, നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ വേറെ കൺട്രിയിൽ മാനുഫാക്ചർ ചെയ്യുന്ന വാക്സിൻസ് വേറൊരു കൺട്രിയിൽ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ എന്താ ബാക്കിയുള്ളവർ ഹ്യൂമൻസ് അല്ലേ എന്ന ഒരു ക്വസ്റ്റ്യൻ വന്നു. അപ്പൊ ശരിക്ക് നോക്കുമ്പോൾ കുറെയൊക്കെ വാക്സിൻസ് ഉണ്ടാക്കണതിൽ അല്ലെ വൈറ്റ് പേപ്പർ പോലും ഇല്ല. ആൻഡ് ഫോർ എക്സാമ്പിൾ BCG വാക്സിൻ കുട്ടികൾക്ക് കൊടുക്കുന്നത്, അതിന്റെ വൈറ്റ് പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ ബെനിഫിറ്റ് ഇല്ല, ഒരു ബെനിഫിറ്റ് ഇല്ല ബോഡിക്ക്. എന്നാലും അതൊരു ഒരു സൈക്കിൾ പോലെ എല്ലാവരും ഫോഴ്സിബിളി എല്ലാവർക്കും എടുത്തോളണം. അത് ചെയ്ത് കഴിഞ്ഞാൽ യോ പെർഫെക്റ്റ്, ഒരു സൂക്കേട് വരില്ല, ഈ പെർട്ടിക്കുലർ പ്രോബ്ലം വരില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആൾക്കാർ അതിനെപ്പറ്റി സ്വന്തമായിട്ടൊന്ന് ആലോചിച്ച് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ കിട്ടും. വൈറ്റ് പേപ്പർ ഉണ്ട്, അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽസ് ഉണ്ട്. ശരിക്കും അത് യൂസ്ഫുൾ ആണോ അല്ലേ, നമ്മുടെ ബോഡിയിൽ കയറ്റണോ വേണ്ടേ, അത് അറിയാനായിട്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മെഡിക്കൽ കോളേജിൽ ഒരു സ്റ്റുഡന്റിന് ജോയിൻ ചെയ്യണം. അപ്പൊ ഹെപ്പറ്റൈറ്റിസിന്റെ വാക്സിൻ എടുത്തേ പറ്റൂ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എൻട്രി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ പാരന്റ് ഗോർഹരിജിയോട് ചോദിച്ചു അത് എന്താ ചെയ്യേണ്ട അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ. അപ്പൊ ഗോർഹരിജി സജസ്റ്റ് ചെയ്യണത് പാരന്റ്സ് ആയിട്ട് എല്ലാവരും അതിനൊരു നമ്മൾ തന്നെ എഗെയിൻസ്റ്റ് ആയിട്ട് പറയണം. അത് എല്ലാവരും റിട്ടേൺ ആയിട്ട് കൊടുക്കണം. എന്റെ കുട്ടീനെ ഫോഴ്സ് ചെയ്തിട്ട് കൊടുക്കാൻ പാടില്ല ഇങ്ങനത്തെ വാക്സിൻ. അപ്പൊ എല്ലാവരും കൂടെ സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു ചേഞ്ച് വരും. നമ്മളത് ആക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ സൗത്ത് അമേരിക്കൻ കൺട്രിയിൽ പെരു എന്ന് പറഞ്ഞ സ്ഥലത്ത് പോണെങ്കിൽ നമുക്ക് യെല്ലോ ഫീവറിന്റെ വാക്സിൻ എടുക്കണം. ആ വാക്സിന്റെ മുകളിൽ ഒരു വൈറ്റ് പേപ്പർ അവൈലബിൾ അല്ല. എന്നാലും നമ്മൾ അത് എടുത്തിട്ട് പോകണം. ചിലപ്പോ അതിന്റെ അവിടെ നല്ല എന്താണ് ഒരു നിർവ്വാണ സ്റ്റേറ്റിലോ ധ്യാനത്തിന്റെ സ്റ്റേറ്റില് കൊണ്ടുപോകുന്ന മഷ്റൂംസ് ഉണ്ട്, അല്ലെങ്കിൽ ചെറിയ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റേറ്റിലെത്തും. അപ്പൊ ആ ഇഫക്റ്റ് അറിയാണ്ടിരിക്കാനാണ് ഈ വാക്സിന് നമുക്ക് തരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കാം. നമ്മൾ സ്വന്തം റിസർച്ച് ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. आशा गौरवी जी, मैं आपसे ये पूछना चाह रही थी, दो बातें। अभी वैक्सीन की जो बात चल रही थी, तो जो मेरे को 2 वैक्सीन लगी हुई है, जिसकी वजह से मुझे न्यूरो इश्यूज बहुत ज्यादा आ गए। जबकि मैंने मना किया था, फर्स्ट में ही मना किया था, बट वो इमोशनल ट्रॉमा करके जबरदस्ती लगवाई गई। तो क्या उसका क्या डिटॉक्सिफिकेशन है क्या? क्योंकि मेरे को ना इमेज रखी रहती है, बट आप ध्यान मैं कीजिए रिलाई नहीं कर सकती। हाँ, रेगुलर, आप रेगुलर ध्यान कीजिए। ध्यान, हाँ और जिन्होंने हाँ भी वैक्सीन्स को बिना जाने, बिना कॉन्शियस के डिसाइड करके वो वैक्सीन्स लिए हैं, वो वैक्सीन हम्म, आप सबके बॉडी में ऑलरेडी निरस्त करी जा चुकी है। वो आपका ओके सबकॉन्शियस पैटर्न में पड़ा है कि आपने लिया है करके, अदरवाइज वो आपके बॉडी में एग्जिस्ट ही नहीं करता। ओके। जी, आप जो और भी और रेगुलर सर, ध्यान करते हैं उसको किया कीजिए, और यूनिवर्स में इंटेंट डालिए कि इसके प्रति मेरे मन में जो भी भय है वो दूर हो रहा है, और मैं इन सभी सिम्टम से मुक्त हूँ। ये आप 1-2 हफ्ता प्रैक्टिस कीजिए, फिर देखिए कि वो सिम्टम्स भी गायब हो जाएगा, आपके मन के अंदर से वो भय भी चला जाएगा। So, sir, like you're saying that if the person is ignorant about that or the effects of that, then it will not affect them. Yes, COVID has been neutralized totally. സോ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്, മാഡം ചോദിച്ചത്, അവര് 2 വാക്സിനേഷൻസ് എടുത്തിട്ടുണ്ട്, 2 ഡോസ് എടുത്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് കുറച്ച് ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വന്നു. അപ്പൊ അത് എന്താ ഇനി ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ ഗോർഹരിജി പറഞ്ഞത് നമ്മള് ഇഗ്നോറൻസിലാണ് അത് എടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇഫക്റ്റ് അത്ര ഉണ്ടാവില്ല. പിന്നെ ഡെയിലി മെഡിറ്റേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡാമേജ്, ബോഡിയിൽ വന്ന ഡാമേജ് ഒക്കെ, DNA വന്ന ഡാമേജ്, അതെല്ലാം മാറിക്കിട്ടും. അപ്പൊ നമ്മൾ പോസിറ്റീവ് ആയിട്ട് ഇരിക്കാൻ മതി, അതിന്റെ ഇഫക്ട്സിനെ പറ്റി ഒന്നും ആലോചിക്കണ്ട. അത് വിട്ടോളൂ, കഴിഞ്ഞു. എന്നാല് കോവിഡ് ഒക്കെ ന്യൂട്രലൈസ് ആയി. ഇനി നമ്മള് ശ്രദ്ധയോടെ ഫ്രണ്ടിലേക്ക് പോവാം. ഇനി അത് എടുക്കാണ്ടിരിക്കുക. അങ്ങനെ. So we can close the session.
Okay. Thank you, sir. Thank you very much Yes. for your valuable session. It was very useful. Or everything Yes. was for so many people, it was new information. Thank you so much for your time and coming to our platform. Thank you so much. Yeah. Thank you. Thank you, sir. Namaste, everyone.